അത് അത്യുന്നതൻ്റെ മറവിലാണ്. ശബ്ദമുയർത്തി പറഞ്ഞ അത്യുന്നതൻ്റെ മറവിൽ. കേട്ടില്ല? ഒരിക്കൽ കൂടെ. സർവശക്തൻ്റെ നിഴലിൽ, അത്യുന്നതൻ്റെ മറവിൽ, സർവശക്തൻ്റെ നിഴലിൽ. സഹോദരി സഹോദരന്മാരെ, അവൻ്റെ മറവിൽ, അവൻ്റെ നിഴലിൽ നമ്മൾ പാർക്കണമെങ്കിൽ അവനുമായി അകന്ന് നിന്നാൽ ഒരിക്കലും കഴിയത്തില്ല. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവന് അവൻ്റെ മറവിൽ, അവൻ്റെ നിഴലിൽ പാർക്കാൻ കഴിയത്തില്ല. മനസ്സിലാകുന്നവർ ആമേൻ പറഞ്ഞ്. അവനുമായി ചേർന്ന് ജീവിക്കുന്നവർക്ക് മാത്രമേ അത്യുന്നതൻ്റെ മറവും സർവശക്തൻ്റെ നിഴലും അനുഭവിപ്പാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. തുടർന്ന് വീട്ടിൽ പോയി വായിച്ചു നോക്ക്. 17 അനുഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ 17 ബെനിഫിറ്റ്സ് ആണ് താഴേക്ക് നിങ്ങൾക്ക് വായിപ്പാൻ കഴിയുന്നത്. ആർക്ക്? അത്യുന്നതൻ്റെ മറവിൽ സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവൻ. അതാണ് കണ്ടീഷൻ. താഴെ എഴുതിയിരിക്കുന്നതായ 17 അനുഗ്രഹങ്ങൾ, സ്തോത്രം, 17 ബെനിഫിറ്റ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, സ്തോത്രം, ഒരു സ്ഥലത്ത് നിങ്ങൾ പാർക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് ഞായറാഴ്ച 2 മണിക്കൂറുള്ള സർവീസിലല്ല, കുറേ പാട്ടല്ല, കുറച്ച് ക്രിസ്തീയ പാരമ്പര്യമല്ല, അപ്പൻ ക്രിസ്ത്യാനി അതുകൊണ്ട് ഞാനും ക്രിസ്ത്യാനി എന്ന് പറയുന്ന പാരമ്പര്യമല്ല. കാരണം ദൈവത്തിന് മക്കളെയുള്ളൂ, ദൈവത്തിന് കൊച്ചുമക്കളെ ഇല്ല. അമ്മയുടെ സാരി തലപ്പ് പിടിച്ചിട്ടല്ല നീ ചർച്ചിൽ വരേണ്ടത്. അപ്പൻ്റെ വിരലിൽ തൂങ്ങിയല്ല നീ ചർച്ചിൽ വരേണ്ടത്. യഹോവ എൻ്റെ ഇടയനാകുന്നു. യഹോവ എൻ്റെ അമ്മയുടെ ഇടയൻ, യഹോവ എൻ്റെ അപ്പൻ്റെ ഇടയൻ എന്നല്ല പറയേണ്ടത്. യഹോവ എൻ്റെ ഇടയൻ. അർത്ഥം യേശു എൻ്റെ രക്ഷകൻ, യേശു എൻ്റെ വീണ്ടെടുപ്പുകാരൻ, യേശു എൻ്റെ കർത്താവ്. യേശു നീയുമായൊരു ബന്ധമുണ്ടായിരിക്കണം. അകന്നല്ല നീ ആയിരിക്കേണ്ടത്. അകന്നാൽ പ്രശ്നങ്ങളുണ്ട്. തിരുവചനം പറയുന്നു, പത്രോസ് അകലം വിട്ട് യേശു കർത്താവിനെ പിന്തുടർന്നു. ഒരിക്കൽ കൂടെ, ആരും മിണ്ടുന്നില്ല. പത്രോസ് അകലം വിട്ട് യേശു കർത്താവിനെ പിന്തുടർന്നു. തൊട്ടടുത്ത മണിക്കൂറിൽ അകലം വിട്ട് പിന്തുടർന്ന ആ പത്രോസ് യേശു കർത്താവിനെ തള്ളി പറഞ്ഞു. അകലം വിട്ട് പിന്തുടർന്നവൻ, സ്തോത്രം, കർത്താവിനെ തള്ളിപ്പറഞ്ഞ് അവനിലൂടെ ദൈവത്തിൻ്റെ നാമം ദൂഷിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ നാമം നിന്നിലൂടെ മഹത്വപ്പെടേണ്ടതാണ്. ദൈവത്തിലൂടെ നിൻ്റെ നാമം, നിൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ നാമം ഒരിക്കലും ദൂഷിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അകന്നല്ല ജീവിക്കേണ്ടത്, അടുത്ത് ജീവിക്കുന്നവർക്ക് പറയാൻ കഴിയും, ഞാൻ അത്യുന്നതൻ്റെ മറവിലാണ്, സർവശക്തൻ്റെ നിഴലിൻ കീഴിലാണ്. മോശയുടെ കാലഘട്ടം അതായിരുന്നു. സ്തോത്രം, മോശ അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിൽ, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ എന്ന് പറയത്തക്ക വിധത്തിൽ ദൈവവുമായി, സ്തോത്രം, അടുത്ത് ജീവിച്ചതായ ആ അനുഭവം കൊണ്ടു നടന്ന ഒരു ദൈവത്തിൻ്റെ ദാസനായിരുന്നു സ്തോത്രം മോശ. അവൻ പാടുകയാണ്. എത്ര പാട്ടുകളാണ് വേദപുസ്തകത്തിലുള്ളത് അറിയാമോ? എത്ര പാട്ടുകളാണ് വേദപുസ്തകത്തിലുള്ളത്? ഏറ്റവും കുറഞ്ഞത്, സ്തോത്രം, അത് 200-ലധികം ഗാനങ്ങളാണ് അത് ബൈബിളിലുള്ളത്. അതിൽ 150 സങ്കീർത്തനങ്ങളാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. 200-ലധികം ഗാനങ്ങളാണ് ബൈബിളിലുള്ളത്. നിങ്ങൾക്കറിയാം, സ്തോത്രം, പിതാവായ ദൈവം ഒരു ദിവസം മോശയുടെ അടുക്കൽ ഇറങ്ങി നിൽക്കുകയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം സീനായി മലയിൽ ഇറങ്ങി നിൽക്കുകയാണ്. അവിടെ വലിയ ആത്മീയ അന്തരീക്ഷം വെളിപ്പെടുമ്പോൾ ദൂതന്മാരല്ല പാടിയത്, ഒരു സ്പെഷ്യൽ കൊയറിനെയല്ല ഇസ്രായേൽ രാജ്യത്തിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ചത്. ദ പീക്ക് ഓഫ് വർഷിപ്പായി അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ആരാധനയുടെ ഔന്നിത്യമായി കാണുവാൻ കഴിയും. യഹോവ തന്നെ ഘോഷിച്ച് ദൈവസന്നിധിയിൽ പാടുകയുണ്ടായി. അർത്ഥം, നിന്റെ അപ്പനുണ്ടല്ലോ സ്വർഗത്തിലെ അപ്പം ഭയങ്കര പാട്ടുകാരനാണ്. സർവശക്തനായ ദൈവം അവൻ തന്നെ പാടുകയുണ്ടായി, അവൻ തന്നെ പാടുകയുണ്ടായി. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. പിതാവേ, ദൈവം പാടുകയാണ്. യേശു കർത്താവ് പാടിയോ മക്കളെ? പറഞ്ഞാട്ടെ. കഴിഞ്ഞ ആഴ്ചകൾ സ്തോത്രം വന്നവർ ഓർത്തു നോക്കിയാട്ടെ. യേശു കർത്താവ് പാടിയോ? യേശു പഠിപ്പിച്ചു, യേശു പ്രസംഗിച്ചു, യേശു പ്രവചിച്ചു, യേശു സൗഖ്യമാക്കി. സ്തോത്രം, യേശു സംഭാഷണം ചെയ്തു. ദാറ്റ് മീൻസ് ഹി വാസ് ടോക്കിംഗ്. യേശു പഠിപ്പിച്ചു, യേശു പ്രസംഗിച്ചു, യേശു പ്രവചിച്ചു. സ്തോത്രം. പക്ഷേ യേശു കർത്താവ് പാടിയോ? നിശ്ചയമായി യേശു പാടി. 12 ശിഷ്യന്മാരുടെ പാദം കഴുകിയ ശേഷം, സ്തോത്രം, പാസ് ഓവറും പെസഹയും അതിനുശേഷം കർത്തൃമേശയും കണ്ടക്ട് ചെയ്തതിനു ശേഷം തിരുവചനം പറയുന്നവർ സ്തോത്ര ഗീതം പാടി ഒലിമലയ്ക്ക് പുറപ്പെട്ടു പോയി. അവർ സ്തോത്ര ഗീതം പാടി ഒലിമലയ്ക്ക് പുറപ്പെട്ടു പോയി. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റായി, യേശു കർത്താവ് എന്തോ പാട്ടാ പാടിയത്. ഏത് പാട്ടാ പാടിയത്? യേശു ജനിച്ചപ്പോൾ ദൂതന്മാർ പാടി. യേശു ജനിച്ചപ്പോൾ ദൂതന്മാർ പാടി. യേശു മരിക്കാൻ പോയപ്പോൾ വല്ലവരും അല്ല പാടിയത്, അവൻ തന്നെ പാടി. പക്ഷെ കർത്താവ് മരിപ്പാണ്. അവനറിയാം, ഇത് അറസ്റ്റ് ചെയ്യപ്പെടുവാൻ വേണ്ടി പോകുന്നു, അടിക്കപ്പെടാൻ പോകുന്നു, മരിക്കാൻ വേണ്ടി പോകുന്നു. പക്ഷേ കർത്താവ് ചരമഗീതം പാടിയല്ല പോയത്. ആകെ അല്പനേരം മാത്രം ഉറങ്ങിയിരുന്ന 2 പേരുണ്ടായിരുന്നു, കണ്ണുറന്നു.
അപ്പോൾ ഒരു രഹസ്യം ഞാൻ പറയാം. ഒരു സർവീസിന് ആരെങ്കിലും ഉറങ്ങുന്നെങ്കിൽ ഈ പാട്ട് പാടിയാൽ മതി, അവർ ഞെട്ടി ഉണരുന്നതായിരിക്കും. നാഗൽ സായിപ്പ് ഇത് ചരമഗീതമായിട്ടല്ല എഴുതിയത്, ഉണർവ് ഗീതമായിട്ടാണ് എഴുതിയത്. സ്തോത്രം. കർത്താവ് ചരമഗീതം പാടിയല്ല പോയത്. ഹലീൽ എന്നു പേരുള്ളതായ ഒരു സെറ്റ് ഓഫ് സോങ്സ് യഹൂദന്മാർ ഇന്നും പാടും. ഹലാൽ അല്ല, ഹലീൽ എന്ന സ്തോത്രം ഒരു സെറ്റ് ഓഫ് പാട്ട് 114, 115, 116, 117, 118 5 സങ്കീർത്തനങ്ങൾ അടങ്ങുന്നതാണ് ഹലീൽ. ഹലീൽ പാടുന്നത് പാസ് ഓവർ സർവീസ് കഴിഞ്ഞിട്ടാണ്, പെസഹ ആചരിച്ച് കഴിഞ്ഞിട്ടാണ് ഹലീൽ പാടുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ശിഷ്യന്മാരുമായി ആദ്യം പാസ് ഓവറും പെസഹ ശുശ്രൂഷയും അത് കഴിഞ്ഞിട്ട് കർത്തൃമേശയും കണ്ടക്ട് ചെയ്ത ശേഷം അവർ സ്തോത്രഗീതം പാടി ഒലിമലയ്ക്ക് പോയെന്ന് പറഞ്ഞാൽ 114 സങ്കീർത്തനം മുതൽ 118 സങ്കീർത്തനം വരെ കർത്താവ് പാടിപ്പോകുകയാണ്. ഇനി വീട്ടിൽ പോയി ആ സങ്കീർത്തനം വായിച്ചു നോക്കുമ്പോൾ ജീസസിൻ്റെ, യേശുവിൻ്റെ പേഴ്സണൽ സോങ് ആണത്. കേൾക്കുന്നവർ കരങ്ങളൊന്ന് ചലിപ്പിച്ച്, യേശുവിൻ്റെ വ്യക്തിപരമായ പാട്ടാണ് അത്. അതിൽ ഒരു ലൈൻ ഇതാണ്: ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. ഒരിക്കൽ കൂടെ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തി വർണ്ണിക്കും. ഒരിക്കൽ കൂടെ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തി വർണ്ണിക്കും. യേശു കർത്താവ് എപ്പോഴാണോ മരണം പറഞ്ഞത്, സ്തോത്രം, ലോകങ്ങളുടെ ഏറ്റവും വലിയ പ്രവാചകനാകുന്ന യേശു ഉടനെ ഉയർപ്പും പറഞ്ഞു. ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. ഒരിക്കലും ചിന്തിക്കല് വേറെ വല്ല പ്രവാചകന്മാർ വന്ന് എന്നോട് പ്രവചിക്കട്ടെ എന്ന് കാത്തിരിക്കല്. പകരം കണ്ണാടിയുടെ മുൻപിൽ നിന്ന് നീ തന്നെ പറയണം, ഞാൻ തോക്കത്തില്ല, ഞാൻ ജയിക്കും. കാരണം യേശുവിൻ്റെ ആത്മാവെന്ന് പറയുന്നത്, സ്തോത്രം, ക്രിസ്തുവിൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത് പ്രവചനത്തിൻ്റെ ആത്മാവ്. ഒരിക്കൽ കൂടെ, ക്രിസ്തുവിൻ്റെ സാക്ഷികൾ കരങ്ങളൊന്ന് വെച്ച് ഉയർത്തിക്ക്. സ്തോത്രം, പ്രവചനത്തിൻ്റെ ആത്മാവാണ്. വല്ലവരും വന്ന് പ്രവചിപ്പാൻ വേണ്ടി കാത്തിരിക്കല്. പറയണം, ഞാൻ വാലല്ല, ഞാൻ തലയാകും, ഞാൻ താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. എൻ്റെ മുൻപിൽ വാതിലുകൾ തുറക്കപ്പെടും. എക്സാമിനേഷൻ കടന്നു വരുന്നു, ഞാൻ ജയിക്കും. എൻ്റെ മക്കൾക്ക് ഉന്നതമായ സ്ഥാനങ്ങളിൽ കർത്താവ് ഇരുത്തും. ലോക്കലി നല്ല കോളേജുകളുണ്ട്. സ്തോത്രം, 5 പൈസ എൻ്റെ വീട്ടിൽ നിന്ന് ഡൊണേഷൻ പോകത്തില്ല. കമാൻ, ആവശ്യമുള്ളവർ ആമേൻ പറഞ്ഞാട്ടെ. ദൈവകൃപയാൽ നന്മയുടെ വാചം പറഞ്ഞാട്ടെ. എന്ത് വിതയ്ക്കുമോ അത് കൊയ്യും, എന്ത് പറയുമോ അത് ഭവിക്കും. എന്ത് വിതയ്ക്കുമോ അത് കൊയ്യും, എന്ത് പറയുമോ അത് ഭവിക്കും. ശിശുവാക്യം 18:21 പറയുന്നു, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. ജീവൻ്റെ അധിപതിയാകുന്ന കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ അയ്യോ അമ്മമാരെല്ലാം കൂടെ എന്നെ തല്ലിക്കൊല്ലാൻ പോകുന്നു എന്നല്ല കർത്താവ് പറഞ്ഞത്. പകരം അവൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തി വർണ്ണിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് 12 ശിഷ്യന്മാർ കേൾക്കുകയാണ്, ഏറ്റവും നല്ല പാട്ടുകാരൻ, അതേ സ്തോത്രം, ദാവീദിൻ്റെ പട്ടണത്തിലൂടെ കിദ്രോൻ താഴ്വരയിലേക്ക് ഇറങ്ങി അതേ ഗതശമനയിലേക്ക് അവൻ നടന്നു പോകുന്നു. ഒരിക്കൽ കൂടെ, ലോകങ്ങളുടെ ഏറ്റവും നല്ല പാട്ടുകാരൻ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ ഇറങ്ങി വന്ന് ആ മുന്തിരിത്തോട്ടത്തിനിടയിലൂടെ ദാവീദിൻ്റെ പട്ടണത്തിലൂടെ കിദ്രോൻ താഴ്വരയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അവൻ ശബ്ദമുയർത്തി പാടുന്നു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. സാത്താൻ കേൾക്കട്ടെ, നിന്റെ നന്മയുടെ പാട്ട് കേൾക്കട്ടെ, നിന്റെ ജയത്തിൻ്റെ പാട്ട് കേൾക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തിന്മ പറയല്, പകരം ജയത്തിൻ്റെ പാട്ട് പാടിയാട്ടെ. ഈ ആഴ്ച മുഴുവൻ ജയത്തിൻ്റെ പാട്ട് പാടി നടക്കണം. കേൾക്കണം. അടുത്ത മാർച്ചിൽ എന്ത് നടക്കണോ അതിപ്പോഴേ പാടി തുടങ്ങിയാട്ടെ. ഈ വർഷം എന്തൊക്കെ നടക്കുന്നോ അതെല്ലാം ഇപ്പോഴേ തേടി പാടിയാട്ടെ. മനസ്സിലാക്കുന്ന റാമേൻ പറഞ്ഞാട്ടെ. നിന്റെ ജീവിതത്തിൽ നിന്ന് ആ പാട്ട് ഉയരുവാൻ കർത്താവ് കാത്തിരിക്കുന്നു. അതാണ് ഈ ദൂതിൻ്റെ പ്രത്യേകത. ഇത് സങ്കീർത്തനങ്ങളുടെ നാളുകളാണ്. ഇത് വിലാപഗീതങ്ങളുടെ ദിവസങ്ങളല്ല, ഇത് സങ്കീർത്തനങ്ങളുടെ നാളുകളാണ്. കരങ്ങൾ അടിച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചേ. സ്തുതിഗീതങ്ങളുണ്ട്, റോയൽ സോങ്സ്, രാജാവിനെ സംബന്ധിച്ചുള്ള ഗീതങ്ങളുണ്ട്. അതുപോലെ സ്തോത്രം, എലവേഷൻ സോങ്, അതെ, ആരോഹണ ഗീതങ്ങളുണ്ട്, അവരോഹണ ഗീതങ്ങളുണ്ട്, മെസ്സിയാനിക് സാംസ്, മെസ്സിഹായെക്കുറിച്ചുള്ളതായ സങ്കീർത്തനങ്ങളുണ്ട്. അങ്ങനെ വിവിധ കാറ്റഗറിയിൽപ്പെട്ട സങ്കീർത്തനങ്ങളാണ് 150 സങ്കീർത്തനങ്ങൾ നിങ്ങൾക്ക് കാണുവാനുള്ളത്. ഒരിക്കൽ കൂടെ, സ്തോത്രം, അതെ, സ്തുതിഗീതങ്ങളുണ്ട്. രാജാവിനെ പ്രകീർത്തിച്ച്, ദൈവത്തെ പ്രകീർത്തിച്ച് എഴുതിയിരിക്കുന്നതായ അതേ ഗാനങ്ങളുണ്ട്.
അതുപോലെ വിലാപങ്ങളുണ്ട്, ആരോഹണ ഗീതങ്ങളുണ്ട്, അവരോഹണ ഗീതങ്ങളുണ്ട്, പല വിധത്തിലുള്ള സങ്കീർത്തനങ്ങളുണ്ട്. ഇത് 91 സങ്കീർത്തനം എന്ന് പറയുന്നത് ദൈവിക സംരക്ഷണയെക്കുറിച്ചുള്ളതാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക സംരക്ഷണ. ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ കർത്താവിനോട് പറഞ്ഞത്, ജനത്തെ നോക്കി പ്രൊക്ലെയിം ചെയ്യണം, നിങ്ങളുടെ കിഡ്നിയെ ദൈവം സംരക്ഷിക്കുന്നവനാണ്. എന്താ ബ്രദർ അങ്ങനെ പറയുന്നത്? കാരണം ഈ ശരീരത്തിന് ഒരു തലയുണ്ട്. തല എന്ത് പറയുമോ അതാണ് ബോഡിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതുപോലെ പാസ്റ്റർമാർ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ദൈവദാസന്മാർ പറയുന്നത് ചർച്ചിന് ഭയങ്കര ബെനിഫിറ്റ് ആകണം. ബെനിഫിറ്റ് ഇല്ലാത്തൊരു വാക്കാണെങ്കിൽ ഒരിക്കലും മിണ്ടല്ല. അതുകൊണ്ട് ദൈവം നിങ്ങളെ കിഡ്നികളെ സംരക്ഷിക്കുന്നവനാണ്. ദൈവം നിങ്ങളെ ഹാർട്ടിനെ സംരക്ഷിക്കുന്നവനാണ്. ദൈവം നിങ്ങളുടെ ലങ്സിനെ സംരക്ഷിക്കുന്നവനാണ്. നിങ്ങളുടെ ബ്ലഡ് വെസലുകളെ കർത്താവ് സംരക്ഷിക്കുന്നവനാണ്. യേശുവിൻ്റെ നാമത്തിൽ കമാൺ മക്കളെ, അല്പനേരം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് സൗഖ്യം വെളിപ്പെടട്ടെ, സൗഖ്യം വെളിപ്പെടട്ടെ, സൗഖ്യം വെളിപ്പെടട്ടെ. ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്ന, ദൈവം നിങ്ങളുടെ തലച്ചോറിനെ സംരക്ഷിക്കുന്നവനാണ്. ആന്തരിക അവയവങ്ങളിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. യെസ്, ചത്തിരിക്കുന്ന ഞരമ്പുകൾ ജീവൻ പ്രാപിക്കട്ടെ. പ്രവർത്തനരഹിതമായിരിക്കുന്ന സകല അവയവങ്ങളിൽ ദൈവിക ജീവൻ വ്യാപരിക്കട്ടെ. യെസ്, ഒരു കൂട്ടരോഗശാന്തി 22-ാം തീയതി കർത്താവ് ഈ ഹാളിലേക്ക് സെക്കൻഡ് സർവീസ് അയക്കുന്നു. റിസീവ് ദാറ്റ്. ഏറ്റെടുക്ക, ഏറ്റെടുക്ക, ഏറ്റെടുക്ക. വാ തുറന്ന് ഏറ്റെടുക്ക. ഒന്ന് ഇൻ്ററപ്റ്റ് ചെയ്ത് പറയട്ടെ. വീണ്ടും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ഞാൻ ആർക്കും വേണ്ടി ഇൻഡിവിജ്വലി പ്രാർത്ഥിക്കുന്നതല്ല. സെയിം ടൈം ഇന്ന് പകൽ സ്തോത്രം. ഇപ്പോൾ 2 മിനിറ്റ് ദൈവം നിങ്ങളെ സൗഖ്യമാക്കിയ സാക്ഷ്യം കേൾക്കാൻ ഞാനിവിടെ 5 മിനിറ്റ് ഉണ്ടായിരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മസിൽ പെയിന് പോകാം, എല്ലാ പേശിയുടെ വേദനകൾക്ക് പോകാം, എല്ലാ അസ്ഥി വേദനകൾക്ക് പോകാം, എല്ലാ കിഡ്നി രോഗങ്ങൾ നോർമലാകട്ടെ. ഡയാലിസിസിന് വേണ്ടി നിന്നെ കുത്തിക്കിടിക്കത്തില്ല. ഓപ്പറേഷൻ നിങ്ങൾക്കുള്ളതല്ല, ഡ്രോമാസ് നിനക്കുള്ളതല്ല, പാനിക് അറ്റാക്ക് നിനക്കുള്ളതല്ല, മാനസിക സംഘർഷങ്ങൾ നിങ്ങൾക്കുള്ളതല്ല, ഡിപ്രഷന് നീ മരുന്ന് അതേ ഗുളിക വിഴുങ്ങത്തില്ല. യേശുവിൻ്റെ ആടി പിണരാൽ ഈ ജനത്തിന്മേൽ ദൈവിക സൗഖ്യമുണ്ടാകട്ടെ. അതിജീവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജയമുണ്ട്. നീ ജയിക്കും, ക്യാൻസർ തോക്കും. നീ ജയിക്കും, ക്യാൻസർ തോക്കും. നീ ജയിക്കും, ബലഹീനത വിട്ടുപോകും. വീൽ ചെയർ നിന്റെ കോമ്പൗണ്ടിൽ കയറുകയില്ല. ആംബുലൻസ് നിനക്കുള്ളതല്ല. 108 നിന്റെ ജീവിതകാലത്തെ നീ ഡയൽ ചെയ്യുകയില്ല. വിട്ടുപോകും. വീൽ ചെയർ നിന്റെ കോമ്പൗണ്ടിൽ കയറുകയില്ല. ആംബുലൻസ് നിനക്കുള്ളതല്ല. 108 നിന്റെ ജീവിതകാലത്തെ നീ ഡയൽ ചെയ്യുകയില്ല. ആരെങ്കിലും മൗനമായിരിക്കുന്നെങ്കിൽ അവരെ മേൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ച്. ആരെങ്കിലും മൗനമായിരിക്കുന്നെങ്കിൽ അവന് മേൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിരൽ തുമ്പുകളിലൂടെ സൗഖ്യം വ്യാപരിക്കുന്നു. യെസ്, കമോൺ, ഐ ഗിവ് യു ഫ്രീഡം. ആരെങ്കിലും രോഗിയായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മേൽ ഒന്ന് കൈവച്ച്. നീർച്ചാലുകൾ, ഹീലിംഗ് സ്ട്രീംസ്, സൗഖ്യത്തിൻ്റെ നീർച്ചാലുകൾ ഒഴുകുന്നു. യേശു ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. യേശു ഇന്ന് പകൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു.
കർത്താവിനല്ലാത്ത സകല ബലഹീനതകൾ തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ഉച്ചൽ തല മുതൽ ഉള്ളം പാത വരെ ഉരുകി മാറട്ടെ. ചെന്നൈ അമ്പത്തൂരിൽ ഞങ്ങൾക്കൊരു അങ്കിളുണ്ട്, ഹാരിസ് എന്ന പേര്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കസിൻ മിനി ചേച്ചിയോട് ഞാൻ ചോദിച്ചു, അങ്കിൾ എങ്ങനെയുണ്ട്? അങ്കിൾ ഭയങ്കര ഹെൽത്തിയാണ്. ഓൾമോസ്റ്റ് ഇപ്പം 90 ഇയേഴ്സ് ഉണ്ട്, ഇപ്പം 90 വയസ്സുള്ളതുണ്ട്. അങ്കിൾ ഭയങ്കര ഹെൽത്തിയാണ്. അപ്പം അങ്കിളിനെ 2 മിനിറ്റ് കഴിഞ്ഞ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി പറഞ്ഞു അങ്കിൾ ഭയങ്കര ഹെൽത്തിയെന്ന്. അങ്കിൾ എന്നെ നോക്കി പറഞ്ഞു, അതെപ്പോഴും അങ്ങനെയാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആരെന്നറിയാതിരിക്കെ ഒരു വിദേശ രാജ്യത്ത്, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ കുവൈറ്റിൽ വെച്ച് ബ്രദർ ദിനകരൻ അവിടെ സന്ദർശിക്കുന്നതായ സമയത്ത് ആ ക്രൗഡിൽ നിന്ന് ഈ മനുഷ്യനെ മുന്നിലേക്ക് വിളിച്ചിട്ട് കരം വെച്ച് ഇങ്ങനെ പ്രവചിച്ചു, നിന്നെ ഞാനൊരു ഒലിവ് വൃക്ഷമായി കണ്ടിരിക്കുന്നു. ടൊമാറ്റോ എന്നല്ല പറഞ്ഞാൽ, ടൊമാറ്റോ 6 മാസമേ നിൽക്കത്തുള്ളൂ, ചീര 6 മാസമേ നിൽക്കത്തുള്ളൂ, വാഴ 1 വർഷമേ നിൽക്കത്തുള്ളൂ. പക്ഷേ ഇസ്രായേൽ എൻ്റെ കൂടെ വാ, 2000 വർഷത്തോളം പഴക്കമുള്ള ഒരു ഒലിവിനെ, പല ഒലിവിനെ ഗതശമരികൾ ഞാൻ കാണിച്ചു തരാം. ഇന്ന് പകൽ ഈ ഓപ്പൺ ഹെവനിൽ ഒലിവ് വൃക്ഷങ്ങളാണ്. എല്ലാ പ്രോസ്ട്രേറ്റ് ഗ്ലാൻസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ സ്റ്റോൺസും യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. ക്രിയേറ്റീവ് മിറക്കിൾസ് വെളിപ്പെടട്ടെ. രക്തം ശുദ്ധീകരിക്കപ്പെടട്ടെ. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവൻ പഴകിപ്പോകത്തില്ല, ദ്രവിച്ചു പോകത്തില്ല. എൻ്റെ ബൈബിൾ പറയുന്നു, അബ്രഹാം പൂർണ്ണ വാർദ്ധക്യത്തിലാണ് മരിച്ചത്. അഗെയിൻ ദാവീദ് പൂർണ്ണ വാർദ്ധക്യത്തിലാണ് മരിച്ചത്. 2-3 സാക്ഷികളല്ല, ഏതൊരു കാര്യം ഉറപ്പാക്കാമോ ഉടനെ ചാടിപ്പിടിച്ചോളണം. അത് എൻ്റെ കേസാണ്. അബ്രഹാം പൂർണ്ണ വാർദ്ധക്യത്തിൽ, ദാവീദ് പൂർണ്ണ വാർദ്ധക്യത്തിൽ. മക്കളെ കണ്ടു, കൊച്ചുമക്കളെ കണ്ടു. വർഷങ്ങൾ കഴിഞ്ഞ്, പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം നിങ്ങൾ കാണും. മക്കളെ കാണും, കൊച്ചുമക്കളെ കാണും, മക്കൾ പ്രവചിക്കുന്ന കാണും, കൊച്ചുമക്കൾ പ്രസംഗിക്കുന്ന കാണും, രാജ്യമായി തലമുറകൾ ദൈവകൃപകൾ പ്രയോജനപ്പെടുന്നത് കാണും, എസ്റ്റാബ്ലിഷ് ആകുന്നത് കാണും. നീ ഉയർന്നിട്ടില്ലാത്ത ഉയരങ്ങളിൽ കഴുകന്മാരെ പോലെ അവർ ഉയരുന്നത് നീ കാണും. ഇന്നത്തെ അവരുടെ വെല്ലുവിളികളിൽ നിന്ന് 100% അവർ പുറത്തു വന്ന് ദൈവകൃപയാൽ തഴയ്ക്കുന്നത് നീ കാണും. ഇന്ന് പകൽ ഞാൻ പ്രവചിക്കട്ടെ, ലേവിയ ഗോത്രത്തെ തിരഞ്ഞെടുക്കുന്നത് പോലെ ഒന്നുപോലും നഷ്ടപ്പെടാതെ ദൈവത്തിന് വേണ്ടി ദൈവം വേർതിരിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടെ ആർക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു പറവന്? ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി, ദൈവത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ അടുത്ത ഉണർവിൻ്റെ ശക്തന്മാരായ ദൈവദാസന്മാർ പുറപ്പെടുന്നത് സെമിനാരിയിൽ നിന്നല്ല, നിൻ്റെ വീട്ടിൽ നിന്നാണ്.
കണ്ടീഷൻ ഇതാണ്, അത്യുന്നതൻ്റെ മറവിൽ സർവസ്വത്തിൻ്റെ നിഴലിൻ കീഴിൽ. ദൈവം ഡിമാൻഡ് ചെയ്യണം, അവിടെ നീ കയറി വന്നേ പറ്റത്തുള്ളൂ. മോശ അത് അനുഭവിച്ചതാ കുഞ്ഞേ. നീ 30 ലക്ഷത്തിൻ്റെ പാസ്റ്ററാ, പറഞ്ഞിട്ട് കാര്യമില്ല. മോശേ, നീ ആ ജനത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ ജീവിക്കല്ലേ, ആ ജനം ലോക ജാതികളുടെ സ്റ്റാൻഡേർഡിൽ ജീവിക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവരാ ലോക ജാതികളുടെ സ്റ്റാൻഡേർഡിൽ ജീവിക്കാതിരിക്കാനാണ് അവർക്ക് വ്യത്യസ്തമായൊരു പ്രമാണം ഞാൻ കൊടുത്തത്. പ്രമാണം ലഭിച്ചവർ ആമേൻ പറഞ്ഞാട്ടെ. കൂടെ പഠിച്ചവരെ പോലെയല്ല നീ ജീവിക്കേണ്ടത്, ശേഷം മനുഷ്യരെ പോലെയല്ല. നീ ശ്രേഷ്ഠ ജനമാണ്, നീ ഉന്നത ജാതിയാണ്. ആരാമേൻ പറഞ്ഞേ? ഒരിക്കൽ കൂടെ, നീ ശ്രേഷ്ഠ ജനമാണ്, നീ ഉന്നത ജാതിയാണ്. നിന്നെ ആരെങ്കിലും കുഴിയിലേക്കല്ല നോക്കുന്നത്, നിന്നെ മാൻപേടയ്ക്ക് തുല്യമായ കാലുകൾ നൽകി നിന്നെ തല ഉയർത്തിയ ജനം നോക്കുന്നത്. അപ്പോൾ പക്ഷേ ആ ജനത്തിൻ്റെ സ്റ്റാൻഡേർഡല്ല മോശ. ആ 70 മൂപ്പന്മാരുണ്ട്, അതിലുമല്ല നിൻ്റെ സ്റ്റാൻഡേർഡ്. ആ 12 ഗോത്രപിതാക്കന്മാരുണ്ട്, ആ സ്റ്റാൻഡേർഡിലുമല്ല നീ. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ആർക്കോ ഇന്ന് പകൽ ഒരു പ്രൊമോഷൻ കർത്താവ് തരിക. നോട്ട് among the people. ജനത്തെ പോലെ ജീവിക്കാതെ, ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയട്ടെ, സോ കോൾഡ് പ്രീച്ചേഴ്സിനെ പോലെ ജീവിക്കാതെ. ആ 70 പേരെ പോലെയല്ല, 12 ഗോത്രപിതാക്കന്മാരെ പോലെയല്ല. നീ കയറി വാ, നീ കയറി വാ, നീ കയറി വാ. അവിടെ ഒരു പാറയുടെ പിളർപ്പുണ്ട്, അവിടെ കയറിയിരിക്കുക. അവിടെ ഒരു പാറയുടെ പിളർപ്പുണ്ട്, അവിടെ ഒരു പാറയുടെ പിളർപ്പുണ്ട്. ആരും ആ സ്ഥലം കണ്ടിട്ടില്ല. ഓ കമാൺ, ഏറ്റെടുക്കുക. ആരും 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 ആ സ്ഥലം കണ്ടിട്ടില്ല. കമാൺ കമാൺ. യെസ് ലോർഡ്, ടേക്ക് us. പരിശുദ്ധാത്മാവേ കാണിച്ചു തരണമേ, ആ വഴി കാണിച്ചു തരണേ. ആ വഴി കാണിച്ചു തരണമേ, ആ സ്ഥലം കാണിച്ചു തരണമേ. അടുത്ത സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, ട്രാൻസ്പോർട്ട് us into the presence of Jesus. Transport us into the presence of Jesus. യേശുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകണം. Come on, സംഭവിക്കട്ടെ. യേശുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ. അങ്ങനെ മോശ, നിങ്ങൾക്കറിയാം, ആ ക്ലിഫിൽ, ആ പാറയുടെ പിളർപ്പിൽ മോശ കയറി നിന്നു. മേ ബി അതിൻ്റെ ഓർമ്മയിലായിരിക്കാം, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരിക്കാം. പിന്നത്തേതിൽ പേനയെടുത്തപ്പോൾ ആ പാറയിൽ നിന്ന് ആ വർണ്ണിപ്പാൻ കഴിയാത്തതായ എക്സ്പീരിയൻസ്, ആ അനുഭവം, ആത്മീയാനുഭവം, സ്വർഗീയാനുഭവം, ആത്മീയാനുഭവം, സ്വർഗീയാനുഭവം, ആത്മീയാനുഭവം, സ്വർഗീയാനുഭവം. പുനരുത്തുന്നു, അത്യുന്നതൻ്റെ മറവിൽ സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ. അത്യുന്നതൻ്റെ മറവിൽ സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എവിടെയാണ് അത്യുന്നതൻ്റെ മറവിൽ സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ? മോശെ പറ, സ്തോത്രം. അത്യുന്നതൻ്റെ മറവിൽ സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ വസിപ്പാൻ. സ്തോത്രം. എന്താ കണ്ടീഷൻ? മോശെ പറയും, ഒരു സ്ഥലമുണ്ട്, ഒരു സമയമുണ്ട്. ഒരു സ്ഥലമുണ്ട്, ഒരു സമയമുണ്ട്. ഇന്ന് എല്ലാറ്റിനും ടൈമുണ്ട്. കുളിക്കാൻ, കുക്ക് ചെയ്യാൻ, സ്കൂളിൽ പോകാൻ, കോളേജിൽ പോകാൻ, ജോലിക്ക് പോകാൻ ഒക്കെ ടൈമുണ്ട്. പക്ഷേ ആദ്യം നീ ടൈം വേർതിരിക്കേണ്ടത്, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിക്കാൻ ഒരു ടൈം വേണം, ഒരു സ്ഥലവും വേണം.
പുറപ്പാട് പുസ്തകം 33 അധ്യായം 11 വാക്യം 22 വാക്യം. ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിപ്പാൻ അവനൊരു സ്ഥലമുണ്ട്, അവനൊരു സമയമുണ്ട്. അവിടെ സ്ഥലമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ നിന്നോട് സംസാരിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കൽ കൂടെ, സമയമുണ്ടെങ്കിൽ സ്ഥലമുണ്ടെങ്കിൽ, അരമുണ്ടെന്നില്ല, സ്ഥലമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ നിന്നോട് സംസാരിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. 11 വാക്യം. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. ആദ്യ ഭാഗം മാത്രം ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. എവിടെ വെച്ച്? ടാബർനാക്കിൾ, സമാഗമന കൂടാരത്തിൽ. 22 വാക്യത്തിൽ, 22 വാക്യം 33:22. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി, ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും. ഓൾറെഡി ഞാൻ പറഞ്ഞു, വേറെ ആർക്കും ചെന്നെത്തിപ്പെടാൻ കഴിയാത്തതായ ഒരു പാറയുടെ പിളർപ്പിൽ ഈ മോശയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കർത്താവിൻ്റെ തേജസ് ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറ. മേ ബി ഈ ദൂതിൻ്റെ അവസാനം പറയേണ്ട പോയിൻ്റാണിത്. ജനത്തിന് തേജസ് അവർ കണ്ടു. പകൽ മേഘസ്തംഭവും അഗ്നിസ്തംഭവും, ജനം ആ ഗ്ലോറി, ആ തേജസ് കണ്ടു. പക്ഷേ അവരുടെ തേജസ് മന്ന തിന്നാൽ മതി, അത്രയേ ഉള്ളൂ അവരുടെ തേജസ്. മന്ന തിന്നേണ്ട തേജസ്. 70 മൂപ്പന്മാർ കുറച്ചുകൂടെ ഉയർന്ന അളവിൽ തേജസ് കണ്ടു കാണും. പക്ഷെ മോശ കണ്ടത് വേറെ ആരും കാണാത്തതാണ്. അതിനൊരു പ്രത്യേക സ്ഥലമുണ്ട്, ആ പാറയുടെ പിളർപ്പുണ്ട്. കയറി വാ, അവിടെയാണ് ഞാൻ നിന്നെ പ്രതീക്ഷിക്കുന്നത്. മോശെ, നിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന താഴ്വരയിലല്ല, ജനത്തിൻ്റെ നടുവിലല്ല. നിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് വേറെ ആരും കയറി വന്നിട്ടില്ലാത്ത ആ സ്ഥലത്താണ്. ഏറ്റെടുക്കണം. ഉറങ്ങല്ല്, ഉഴപ്പല്ല്, ഉറങ്ങല്ല്, ഉഴപ്പല്ല്, ഏറ്റെടുക്കണം. ദൈവം നിന്നെ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ദൈവം തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു സമയമുണ്ട്. മനസ്സിലാകുന്ന ആമേൻ പറഞ്ഞ്. മാത്രമല്ല, ഇത് 40 വർഷക്കാലം അങ്ങ് തുടരുകയാണ്. സോ നമ്പർ 2, രണ്ടാമത്, ഇറ്റ്സ് എ ഹോളി ഹാബിറ്റ്. ഇതൊരു ലൈഫ് സ്റ്റൈലായി, ഇതൊരു ജീവിതചര്യയായി. ഇത് ഞായറാഴ്ച പരിപാടിയല്ല. ഇത് 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ അവസാനത്തെ 2 ദിവസം മാത്രമുള്ള ഒരു രോമാഞ്ചമല്ല. പകരം സ്തോത്രം, ഇത് എല്ലാ ദിവസങ്ങളിലും ഉള്ളതാണ്. എല്ലാ ദിവസങ്ങളിലും മോശ ഇതാ സമാഗമന കൂടാരത്തിലേക്ക് ഓടുകയാണ്. കാര്യം എന്താ? ദൈവം എന്നോട് സംസാരിക്കും. ആ പോയിന്റ് എന്നെ ഭയങ്കരമായി അനുഗ്രഹിച്ചു. ദൈവം എന്നോട് സംസാരിക്കും. ആർത്തിയോടെ മോശ, 80 വയസ്സ് പ്രായമുള്ളവൻ, 80 വയസ്സിന് ശേഷം, ഓഫ് കോഴ്സ് 80ാമത്തെ വയസ്സിലാണ് മുൾപ്പടർപ്പിൽ കർത്താവുമായി എൻകൗണ്ടർ ഉണ്ടാകുന്നത്. സ്തോത്രം. 80 വയസ്സിന് മേൾ, മേ ബി 90, 100 അല്ലെങ്കിൽ 110, അത്രയും ആ കാലയളവിലൊക്കെ 80 മുതൽ 120 വരെ എല്ലാ ദിവസങ്ങളിലും അവനൊരു ടൈമുണ്ട്. അവിടെ കളിക്കുന്ന കുട്ടികൾക്കറിയാം, 30 ലക്ഷത്തോളം വരുന്നതായ ജനത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. ഇപ്പം നമ്മുടെ പാസ്റ്റർ സമാഗമന കൂടാരത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ സ്തോത്രം, അതെ, ആത്മീയ നേതാവ് മോശ ഇതാ സമാഗമന കൂടാരത്തിലേക്ക് പോകുന്ന നേരമാണ്. എനിക്ക് തോന്നുന്നു മോശ സമാഗമന കൂടാരത്തിലേക്ക് പോകുന്ന നേരം നോക്കിയിട്ട് അന്ന് വാച്ച് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് വാച്ച് കറക്റ്റ് ചെയ്യാം. ആരോട് പറയാൻ? അന്ന് വാച്ച് ഉണ്ടായിരുന്നെങ്കിൽ മോശ സമാഗമന കൂടാരത്തിലേക്ക് പോകുന്ന ആ സമയം നോക്കിയിട്ട് വാച്ച് കറക്റ്റ് ചെയ്യാം. അർത്ഥം, മോശയെ സംബന്ധിച്ച് അത് റൈറ്റ് ടൈമാണ്. മോശ ഒരിക്കലും അതെ ആ പതിവ് തെറ്റിക്കത്തില്ല. അർത്ഥം, നിന്റെ പ്രാർത്ഥന നേരം തെറ്റിക്കല്ലെന്ന്. നിന്റെ പ്രാർത്ഥന നേരം തെറ്റിക്കല്ല. അയ്യോ ഇല്ല അങ്ങളെ, അത് ഗസ്റ്റ് വന്നു. നിന്റെ പ്രാർത്ഥനയെ മുടക്കാൻ വരുന്നത് ഗസ്റ്റ് അല്ല, ഗോസ്റ്റാണ്. സ്തോത്രം. നിന്റെ പ്രാർത്ഥന നേരം, പ്രാർത്ഥനയെ മുടക്കാൻ വരുന്നത് ഗസ്റ്റ് അല്ല. സ്തോത്രം. അതെ, അങ്ങനെ ഗസ്റ്റ് വന്നെങ്കിൽ പറയണം, വാ, ഇതെൻ്റെ പ്രാർത്ഥന നേരമാണ്, അടുത്ത 1 മണിക്കൂർ നിങ്ങൾക്കും കൂടെ എൻ്റെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. അവരുടെ കയ്യിലും പാട്ടുപുസ്തകവും ബൈബിളും കൊടുത്തിട്ട് പറ, വാ, ഇതെൻ്റെ പ്രാർത്ഥന നേരമാണ്. ഡേവിഡ് യോങ്കിച്ചോയുടെ പ്രാർത്ഥന നേരത്ത് വീട്ടിലൊരു ദിവസം വർഷങ്ങൾക്ക് മുമ്പ് ഫോൺ വന്നു. ഡേവിഡ് യോങ്കിച്ചോയുടെ ഭാര്യ ഫോൺ എടുത്തു. നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഭാര്യ ഇപ്രകാരം പറഞ്ഞു, സ്തോത്രം. അതെ, ഫോൺ എടുത്തപ്പോൾ സൗത്ത് കൊറിയൻ പ്രസിഡൻ്റാണ് വിളിക്കുന്നത്.
സൗത്ത് കൊറിയൻ പ്രസിഡന്റ് വിളിക്കുക. പക്ഷേ ഡേവിഡ് യോങ്കിച്ചോയുടെ ഭാര്യ പറഞ്ഞു, സോറി, ഇപ്പോൾ അദ്ദേഹത്തിന് ഫോൺ കൊടുക്കാൻ പറ്റത്തില്ല. പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ അതെ സൗത്ത് കൊറിയയുടെ പ്രസിഡന്റാണ് വിളിക്കുന്നത്. ഡേവിഡ് യോങ്കിച്ചോയുടെ ഭാര്യ പറഞ്ഞു, സോറി സർ, 1 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചാട്ടെ, ഇപ്പോൾ എനിക്ക് ഫോൺ കൊടുക്കാൻ പറ്റത്തില്ല. എന്താ ഇപ്പോൾ ഫോൺ കൊടുക്കാൻ പറ്റാത്ത? അദ്ദേഹം രാജാതി രാജാവിനോട് സംസാരിക്കുക. അതൊരു ഹാബിറ്റാണ്, അതൊരു സ്വഭാവമാണ്. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മഹത്വം വർദ്ധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ആവർത്തിക്കട്ടെ, നിൻ്റെ പണം വർദ്ധിക്കണമെന്നല്ല, നിൻ്റെ പേര് വർദ്ധിക്കണമെന്നല്ല, നിൻ്റെ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സ് വർദ്ധിക്കണമെന്നല്ല, ദെൻ എനി അതർ ഇയർ ആൻഡ് സീസൺ ആൻഡ് ഒക്കേഷൻ, മറ്റേതൊരു കാലയളവിനേക്കാൾ നിൻ്റെ മഹത്വം വർദ്ധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പണ്ട് കാലത്ത് നീ വർഷിപ്പ് ലീഡ് ചെയ്യുന്നത് പോലെയല്ല, സെൽ മീറ്റിംഗ് നടത്തുന്നത് പോലെയല്ല, പണ്ട് കാലത്ത് നീ ഭൂതത്തെ പുറത്താക്കുന്നത് പോലെയല്ല. പണ്ടാണെങ്കിൽ 3.5 മണിക്കൂറാണ് ഒരു ഞാഞ്ഞൂല് ഭൂതത്തെ പുറത്താക്കാൻ അതിനെ നീ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നീ വിരൽ ചൂണ്ടുമ്പോൾ ഭൂതം ഇന്ത്യൻ മഹാസമുദ്രം കടക്കും. എഴുതിയെടുത്ത് കാണാതെ പഠിക്കുക. നിന്റെ ലെസ് എഫേർട്ടും ഗ്രേറ്റ് റിസൾട്ടുമായിരിക്കും. കുറഞ്ഞ അധ്വാനം കൂടുതൽ ഫലം. ലെസ് എഫേർട്ടും ഗ്രേറ്റ് റിസൾട്ടുമാണ്. കുറഞ്ഞ അധ്വാനത്തിൽ അധിക ഫലം കർത്താവ് നൽകാൻ പോകുക. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, എൻ്റെ മൂർച്ച വർദ്ധിക്കുന്നു. പറഞ്ഞേ, എൻ്റെ മൂർച്ച വർദ്ധിക്കുന്നു. കാരണം എനിക്കൊരു സ്ഥലവും സമയം മാത്രമല്ല ഉള്ളത്. ഇതെൻ്റെ ഹോളി ഹാബിറ്റാണ്, ഇതെൻ്റെ ജീവിതത്തിൻ്റെ ചര്യയാണ്. എനിക്ക് ശ്വസിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഒരിക്കൽ കൂടെ, എനിക്ക് ശ്വസിക്കാതിരിക്കാൻ കഴിയത്തില്ല. ആരെങ്കിലും പറയുന്നു 10 മിനിറ്റ് ഞാൻ ശ്വസിക്കാതിരിക്കാൻ അങ്ങ് തീരുമാനിച്ചു, വിവരം അറിയും. സ്തോത്രം. എന്നതുപോലെ മോശ പറയും, എനിക്ക് കൂടാരത്തിൽ പോയി എൻ്റെ ദൈവത്തോട് സംസാരിക്കാതിരിക്കാൻ കഴിയത്തില്ല. സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, നിങ്ങളുടെ ബോസ്, അല്ലെങ്കിൽ സ്തോത്രം നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, മനുഷ്യൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങൾ പലപ്പോഴും കരഞ്ഞു, മനുഷ്യൻ്റെ വാക്ക് കേട്ട് നിങ്ങൾ മുറിവേറ്റു. പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ ആശ്വാസം പ്രാപിക്കുകയാണ്, നിങ്ങളുടെ മുറിവുകൾ കെട്ടപ്പെടുകയാണ്. മോശമായ ബന്ധത്തിൽ ഞാൻ പറയട്ടെ, 80 വയസ്സ് വരെ മോശ വീക്കനായിരുന്നു. ഒരിക്കൽ കൂടെ, 80 വയസ്സ് വരെ മോശ വീക്കനായിരുന്നു. തൽമൂദിൽ ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്, 3 മാസം മോശ ജനിച്ച 3 മാസം അവന് കരയാൻ പോലും സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഒരിക്കൽ കൂടെ, മോശയ്ക്ക് കരയാൻ പോലും സ്വാതന്ത്ര്യമല്ല. കാരണം ദേശത്തിൽ എബ്രായ കുഞ്ഞ് ജനിച്ചു എന്ന് ആരും അറിയല്ലേ. അതുകൊണ്ട് കുഞ്ഞു മോശ ആദ്യത്തെ 3 മാസം കരയാനായി വായു തുറക്കുമ്പോൾ അമ്മ അവൻ്റെ വായെ പൊത്തിപ്പിടിക്കുമായിരുന്നു. മേ ബി മിരിയാം, അവൻ്റെ ചേച്ചി, സ്തോത്രം, ആ വായെ പൊത്തിപ്പിടിക്കുമായിരുന്നു. സോ അങ്ങനെ തൽമൂദ് പറയുന്നു, അങ്ങനെ മനുഷ്യൻ സ്തോത്രം തൊട്ട് മനുഷ്യൻ്റെ സ്പർശനത്താൽ അവൻ വീക്കനായി പോയി. മനുഷ്യൻ്റെ സ്പർശനത്താൽ ഡാമേജായി അവൻ വീക്കനായി. മനുഷ്യൻ തൊട്ട് അവൻ ഡാമേജായി. മനുഷ്യൻ തൊട്ട് അവൻ വീക്കനായി. പക്ഷെ ദൈവം തൊട്ട് അവൻ പ്രവാചകനായി. ദൂതിതാണ്, ഡാമേജ് ആയിരിക്കുന്ന സകലരും ഇന്ന് പകൽ മുതൽ പ്രവചിക്കട്ടെ. കൈയടിക്കുന്ന നേരെ കരങ്ങളടിച്ച് വീക്കുള്ളവനോട് ആരാണ് സംസാരിക്കുന്നത്? ആരും സംസാരിക്കത്തില്ല. വീക്കുള്ള ഒരുവനോട് ആരും സംസാരിക്കാൻ മെനക്കെടത്തില്ല. മോശ ഒരു പക്ഷേ ആരോടെങ്കിലും സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ 80 വർഷക്കാലം മനുഷ്യരത മാറിപ്പോയി. എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നോട് പറയാൻ ആരുമില്ല. ആരൊക്കെയോ ഈ ദിവസവും പറയുന്നു, മരുഭൂമിയിലല്ല പാർക്കുന്നത്, തിരുവനന്തപുരത്താണ്, നിറയെ ആൾക്കാരുണ്ട്, പക്ഷേ ഐ എം ലോൺലി, എന്നെ കേൾക്കാൻ ആരുമില്ല. നീ ചത്തോ ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കാൻ പോലും ആരുമില്ല. ഐ എം ലിവിങ് ഇൻ സൈലൻസ്. തുള്ളിച്ചാട്, നൃത്തം ചെയ്.
ദൈവത്തിൻ്റെ സൈലൻസിൽ ഇട്ടിരിക്കുമ്പോൾ ഹെവൻ, സ്വർഗം നിനക്ക് ലൗഡർ ആകുന്നു. ദൈവത്തിൻ്റെ സൈലൻസിൽ ഇട്ടിരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ശബ്ദം ക്ലാരിറ്റിയിലും ക്വാളിറ്റിയിലും വ്യക്തമായി നീ കേൾക്കുന്നു. അതുകൊണ്ട് മോശ സമാഗമന കൂടാരത്തിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അത്യുന്നതൻ മറവിൽ സർവശക്തൻ്റെ കീഴിൽ. കാരണം മനുഷ്യൻ എന്നോ അവോയ്ഡ് ചെയ്തു, മനുഷ്യൻ എന്നോട് സംസാരിച്ചില്ല, മനുഷ്യരെന്നെ കണ്ടിട്ട് മാറിപ്പോയി. പക്ഷെ ദൈവം എന്നെ കണ്ടിട്ട് മാറിപ്പോകത്തില്ല. ദൈവം പറയും, അവൻ വരേണ്ട നേരമായി കേട്ടോ. എവിടെ പോകാനാ? വേറെ ആരോടും പറവാൻ കഴിയാത്തത് എനിക്ക് അവനോട് പറവാനുണ്ട്. ചരിത്രത്തിൽ വേറെ ആരും കേട്ടിട്ടില്ലാത്തത് എനിക്ക് അവനെ ഗ്രഹിപ്പിക്കാനുണ്ട്. ഇതാരോടാ ഞാൻ പറയുന്നത്? കമാ അൺകോമൺ ദൂതുകൾ നിനക്കായി ഇതാ വെളിപ്പെട്ട് വരുവാൻ പോകുന്നു. അൺകോമൺ റെവലേഷൻസ് നിനക്കായി ചുരുളുകൾ നിവർന്നു വരുന്നത് പോലെ നിവർന്നു വരുവാൻ വേണ്ടി പോകുന്നു. പാർക്കുന്നത് വീട്ടിലാകല് അത്യുന്നതൻ്റെ മറവിലായിരിക്കുകയാണ്. കാരണം മോശയ്ക്ക് അതായിരുന്നു പ്രയോറിറ്റി ഉണ്ടായിരുന്നത്. മോശയുടെ പ്രാധാന്യം അത്ഭുതവും അടയാളമൊന്നുമല്ല. 33 അധ്യായം 15-16 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 33 അധ്യായം 15-16 വാക്യങ്ങൾ. സ്തോത്രം. അവൻ എന്നോട്, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കുക. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ വായിച്ചത്. ഒരിക്കൽ കൂടെ 15 വാക്യം വെടിപൊട്ടുന്നത് വായിച്ച് അവനോട്, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. എന്നോടും നിന്റെ ജനത്തോട് കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയാം? നീ ഞങ്ങളോട് കൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളെ വെച്ച് വിശേഷതയുള്ളവരായിരിക്കും. അവൻ ചോദിച്ചത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ചോദിച്ചത്. അത്യുന്നതന്റെ മറവിൽ പാർക്കുന്നവൻ്റെ പ്രയോറിറ്റി കർത്താവിൻ്റെ സാന്നിധ്യമായിരിക്കും. അയ്യോ, ഉച്ചയ്ക്ക് പോയിട്ട് പഴയ ചിക്കനെയാണോ ചൂടാക്കേണ്ടത്? ഓൺ ദ വേ ടേക്ക് അവേ മേടിച്ചിട്ടാണോ പോകേണ്ടത്? അവന് ഫുഡല്ല പ്രയോറിറ്റി. ഈവൻ ശുശ്രൂഷ പോലുമല്ല അവന് പ്രയോറിറ്റി. അവന് പ്ലാറ്റ്ഫോം അല്ല പ്രയോറിറ്റി, അവൻ്റെ പേരല്ല പ്രയോറിറ്റി. ഡെയിലി അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവനാണ്. കത്തുന്ന മുൾപ്പടർപ്പ് തുടങ്ങി ഡെയിലി അത്ഭുതം കണ്ടവനാണ്. 10 ബാധകൾ കണ്ടവനാണ്. മനസ്സിലാക്കുന്ന റാമേൻ പറഞ്ഞേ, 10 ബാധ കണ്ടതാ. കടലിൽ ഹൈവേ ഒരുങ്ങുന്നത് കണ്ടതാ. ഓ ഹല്ലേലൂയ. മാറ മധ്യമാകുന്നത് കണ്ടതാ. ഡെയിലി മോശ അത്ഭുതം കണ്ട്, അടയാളം കണ്ട്, വീര്യപ്രവൃത്തി കണ്ട്, സ്തോത്രം, കണ്ണങ്ങ് പുളിച്ചിരിക്കുക. പക്ഷെ വീണ്ടും അടുത്തൊരു മിറക്കൽ അല്ല അവൻ ചോദിക്കുന്നത്. വീണ്ടും ഒരു അത്ഭുതമല്ല ചോദിക്കുന്നത്, കൃപാവരമല്ല ചോദിക്കുന്നത്, ശുശ്രൂഷയല്ല ചോദിക്കുന്നത്, പ്ലാറ്റ്ഫോം അല്ല ചോദിക്കുന്നത്, പണമല്ല ചോദിക്കുന്നത്, പോപ്പുലാരിറ്റി അല്ല അവൻ ചോദിക്കുന്നത്. അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ചോദിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്ക്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലെല്ലാം ഉണ്ട്. അപ്പുറത്ത് ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടെന്ന്, അവിടെ പോയാൽ എല്ലാം ഉണ്ട്. പണ്ടങ്ങനെയല്ലായിരുന്നു. മണ്ണെന്നല ഒരെണ്ണം വാങ്ങണമായിരുന്നു, 4-5 ഇങ്ങോട്ട് വരുമ്പോൾ വേറെ ഒന്ന് വാങ്ങണമായിരുന്നു. കിഴക്കേക്കോട്ടയായിരുന്നു അവസാനം വാങ്ങേണ്ടത്. പിന്നെ പോകുന്ന വഴിക്ക് പല കടകളിൽ കയറി ഇറങ്ങണം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. മറ്റേ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കയറുമ്പോഴേക്കും അണ്ടർ എ റൂഫ് എവരിത്തിങ്, ആ മേൽക്കൂരയ്ക്ക് കീഴിൽ എല്ലാം ഉള്ളതുപോലെ കർത്താവിൻ്റെ അടുത്തിരിക്കുന്നവരെ നോക്കി ഒന്ന് പ്രവചിച്ച് പറഞ്ഞ, മേലാൽ നിങ്ങൾക്ക് കുറവില്ല. പെട്ടെന്ന് പറഞ്ഞ, മുഖത്ത് നോക്കി പറ, മേലാൽ നിങ്ങൾക്ക് കുറവില്ല. യേശുവിൻ്റെ നാമത്തിൽ മേലാൽ നിങ്ങൾക്ക് കുറവില്ല. നിങ്ങളുടെ സകല കുറവുകൾ 22-ാം തീയതി ഫെബ്രുവരി മാസം 11:55 പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. കൈയടിക്കുന്ന നേരെ കൈയടിക്ക്. എരിഹോ മാതിലും മുന്നേ വന്നാലും യേശു ഇന്നൻ മുന്നേ സൽഗീരാൻ. എൻ്റെ മലയാള ഇന്ന് പകൽ പാടിയത്. കുറവില്ലയേ കുറവില്ലയേ
ஆண்டவரை தேடுவோர்க்கு கூரை இல்லையே. கமான், கூரை இல்லையே, கூரை இல்லையே. ஆண்டவரை தேடுவோர்க்கு கூரை இல்லையே. கூறவில்லല്ലോ, കൂറാവില്ലല്ലോ. യേശുവിനെ തേടുന്നോന് കൂറാവില്ലല്ലോ. പഠിക്കേ, കൂറാവില്ലല്ലോ, കൂറാവില്ലല്ലോ. യേശുവിനെ തേടുന്നോർക്ക് കൂറാവില്ലല്ലോ. ഒരിക്കൽ കൂടെ, കൂറാവില്ലല്ലോ, കൂറാവില്ലല്ലോ. യേശുവിനെ തേടുന്നോന് കൂറാവില്ലല്ലോ. സിംഹക്കുട്ടികൾ പട്ടിണി കിടക്കും, യേശുവിനെ തേടുന്നോർക്ക് കൂറാവില്ലല്ലോ. സിംഹക്കുട്ടികൾ പട്ടിണി കിടക്കും, യേശുവിനെ തേടുന്നോർക്ക് കൂറാവില്ലല്ലോ. ആർക്ക്? സിംഹക്കുട്ടികൾ പട്ടിണി കിടക്കും, യേശുവിനെ തേടുന്നോർക്ക് കൂറാവില്ലല്ലോ. പഠിക്കേ, കൂറാവില്ലല്ലോ, കൂറാവില്ലല്ലോ. യേശുവിനെ തേടുന്നോർക്ക് കൂറാവില്ലല്ലോ, കൂറാവില്ലല്ലോ, കൂറാവില്ലല്ലോ. കരങ്ങളടിക്കുന്നേ, നന്നാ കൈയടിച്ച്. കുട്ടികൾ പട്ടിണി കിടക്കും, യേശുവിനെ തേടുന്നോർക്ക് കൂറാവില്ലല്ലോ. അവനൊരു ടൈം ഉണ്ടായിരുന്നു, അവനൊരു സമയമുണ്ടായിരുന്നു, അവന് അതൊരു ജീവിത ശൈലിയായിരുന്നു, ലൈഫ് പ്രാക്ടീസ് ആയിരുന്നു, അവൻ്റെ പ്രയോറിറ്റി ഉണ്ടായിരുന്നു. കർത്താവിന് ആയിരുന്നു അവന് പ്രാധാന്യം. നീ ഉണ്ടോ? എനിക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം, അയ്യോ അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, എവരും കൂടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ, നോ, ആരും ഇല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ദൈവം അനുകൂലമെങ്കിൽ നിറയട്ടെ, നിറയട്ടെ, കുറവുകളെല്ലാം നിറയട്ടെ, കുറവുകളെല്ലാം നിറയട്ടെ. എല്ലാ വല്ലായ്മകളും ഇല്ലായ്മകളും മാറിപ്പോയി ദൈവിക നിറവുകൾ നിറയട്ടെ. അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിൻ കീഴിൽ മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നപ്പോഴുണ്ടല്ലോ, സ്തോത്രം, അതേ തിരുവചനം പറയുന്നു, ദൈവത്തെ അവൻ അങ്ങ് അറിഞ്ഞു. ദൈവത്തിൻ്റെ പേഴ്സണാലിറ്റിയെ, ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെ അവൻ ഭയങ്കരമായിട്ട് അറിഞ്ഞു. 33:18, പുറപ്പാട് 33:18 വായിക്കുമ്പോൾ, ദൈവത്തിന് 33:18 വായിക്കുമ്പോൾ, അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്നപേക്ഷിച്ചു. ഒരിക്കൽ കൂടെ, ഷോ മീ യുവർ ഗ്ലോറി, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. സ്തോത്രം, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. ഹി ഈസ് ആസ്കിങ്, അവൻ ചോദിക്കുന്നത് കർത്താവിൻ്റെ വ്യക്തിത്വത്തെ അവന് കൂടുതലായി അറിയണം. കർത്താവിൻ്റെ വ്യക്തിത്വത്തെ കൂടുതലായി അറിയണം. ആ റെവലേഷൻ, ആ വെളിപ്പാടുള്ള ഒരു കരങ്ങളൊന്ന് ചലിപ്പിച്ചാട്. എനിക്ക് ദൈവത്തെ കൂടുതലായി അറിയണം. ഞാൻ ഒരു വാണിംഗ് നിങ്ങൾക്ക് നൽകട്ടെ, ഒരു മുന്നറിയിപ്പ് നൽകട്ടെ. മനുഷ്യനെ എത്രത്തോളം കൂടുതൽ നിങ്ങൾ അറിയോ അത്രത്തോളം മനുഷ്യനെ വെറുക്കും. മനുഷ്യനെ എത്രത്തോളം കൂടുതൽ അറിയോ അത്രത്തോളം മനുഷ്യനെ വെറുക്കും. ദൈവത്തെ എത്രത്തോളം കൂടുതൽ അറിയുമോ അത്രത്തോളം ദൈവത്തെ സ്നേഹിക്കും. മനുഷ്യനെ എത്രത്തോളം കൂടുതൽ അറിയോ അത്രത്തോളം മനുഷ്യനിൽ നിന്ന് അകലം മനുഷ്യനെ വെറുക്കും. എന്നാൽ ദൈവത്തെ എത്രത്തോളം കൂടുതൽ അറിയുന്നു അത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുക. ഞാൻ ചോദിക്കുന്ന കർത്താവേ, ഒരു വിടുതൽ കൂടെ എനിക്ക് കാണുമെന്നല്ല, 30 ലക്ഷത്തിൻ്റെ വിടുതൽ ഓവർനൈറ്റ് ഒറ്റ സെക്കൻഡ് കൊണ്ട് കണ്ടതാണ്. അവൻ കണ്ട വിടുതൽ മാസ് ഡെലിവറൻസ്. എനിക്കറിയത്തില്ല ചരിത്രത്തിൽ അങ്ങനെയുള്ളതായ വിടുതൽ വേറെ ആരെങ്കിലും കണ്ടോന്ന്. 30 ലക്ഷത്തിൻ്റെ ജനം, ഒരു രാജ്യത്തിൻ്റെ വിടുതലാണ് ഒറ്റ രാത്രി കൊണ്ട് മോശ കണ്ടത്. ഒരു വിടുതൽ മാത്രമല്ല കണ്ടത്, മാസ് ഹീലിംഗ് ആണ് അവൻ കണ്ടത്. മാസ് ഹീലിംഗ്. മേ ബി പോളിയോ രോഗമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു കാണും, കണ്ണടഞ്ഞാരോ ഉണ്ടായിരുന്നു കാണും, ചെവി പൊട്ടന്മാരോ തടിച്ച നാവുള്ളവരെ ഉണ്ടായിരിക്കും. പക്ഷേ ആ പാസ് ഓവർ മീൽ കഴിച്ചപ്പോൾ, ആ പെസഹ കുഞ്ഞാടിനെ കഴിച്ചപ്പോഴേക്കും അസ്ഥിയിൽ ശക്തി, മാംസത്തിൽ ശക്തി, തോക്കിൽ ശക്തി. ഓ, ആ പാളയത്തിൽ നിന്ന് അവർ പുറപ്പെടുമ്പോൾ, ഗോർഷൻ ദേശത്ത് നിന്ന് പുറത്തുപെടുമ്പോൾ, there was none feeble among them. അവരിൽ ഓരോരുത്തൻ പോലും ബലഹീനനായി ഉണ്ടായിരുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഈ പട്ടണം മാസ് ഹീലിംഗ് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ? ഈ പട്ടണം മാസ് ഹീലിംഗ് കാണണം. ഈ പട്ടണം കൂട്ട വിടുതൽ കാണണം. കൂട്ടമായി ഭൂതങ്ങൾ അലറി പുറത്തു വരണം. യേശുവിൻ്റെ നാമത്തിൽ ഈ ഫെബ്രുവരി മാർച്ചിൽ സംഭവിക്കട്ടെ. ഫെബ്രുവരി മാർച്ചിൽ സംഭവിക്കട്ടെ. യെസ് 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 യെസ്. കൂട്ടമായി ഭൂതങ്ങൾ അലറി പുറത്തു വരണം. കൂട്ടമായി രോഗികൾ സൗഖ്യമാകണം.
ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ മഹാനായ ദൈവദാസൻ ഡോക്ടർ മോറിസ് ഒർലോ ഇറങ്ങി നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ട്രക്കുകളിലാണ് ഊന്നുവടികളും വീൽ ചെയറും കൊണ്ടുപോകുന്നത്. ട്രക്ക് വേണം, ഊന്നുവടികളും വീൽ ചെയറും കൊണ്ടുപോകാൻ ട്രക്ക് വേണം. കാരണം 100 കണക്കിന് മുടന്തന്മാർ അവണ്ണമുള്ള അംഗവൈകല്യമുള്ളവരാണ് സൗഖ്യമാകുന്നത്. ഉണ്ടായിരുന്നു എന്ന് പറയാനല്ല ഞാൻ വന്നത്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനേനത്രേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് സംഭവിക്കട്ടെ. ഈ കരങ്ങൾ അടിക്കുന്ന വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ ഈ ചേർത്തടിക്കുന്ന ഈ കരങ്ങൾ വയ്ക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. കൂട്ടവിടുതൽ മോശ കണ്ടു, വലിയ അത്ഭുതങ്ങൾ അവൻ കണ്ടു. ചെങ്കടൽ വിഭാഗിക്കപ്പെടുന്നത് കണ്ടു, ഡെയിലി അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു നടന്നു. പക്ഷേ ഇനി അവന് അടുത്തൊരത്ഭുതമോ അടുത്തൊരടയാളമോ അല്ല പുള്ളി ചോദിക്കുന്നത്. ഷോ മീ യുവർ ഗ്ലോറി. ഇതൊക്കെ ഞാൻ കണ്ടല്ലോ, ഇതൊക്കെ ഞാൻ കണ്ടല്ലോ, ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ കണ്ടല്ലോ, നീ ചെയ്തത് ഞാൻ കണ്ടല്ലോ. പക്ഷെ ഇനി എനിക്ക് കാണേണ്ടത് ആ ചെയ്തവനെ എനിക്ക് കാണാം. മനസ്സിലായോ? ഇതൊക്കെ ചെയ്തവനുണ്ടല്ലോ. മിസ്രൈമിൽ നിന്ന് ആ ജനത്തെ വിടുവിച്ചവൻ. 10 ബാധ ഈജിപ്തിലിട്ട് പപ്പട പൊടിയാക്കി ഫറവൻ്റെ സാമ്രാജ്യത്തെ തകർത്തവൻ. ആ കടലിൽ കാറ്റടിച്ച് അതിൻ്റെ ഹൈവേ ഒരുക്കുവൻ. ഇത് ചെയ്യുന്നവനെ എനിക്കൊന്ന് കാണണം യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിന്റെ ഭവനത്തെ, നിന്റെ പ്രാർത്ഥന റൂമിൽ കർത്താവ് ഇറങ്ങി നിൽക്കുവാൻ വേണ്ടി പോകുന്നു. യെസ്, ദാൻ എവർ ബിഫോർ. ദൈവ സാന്നിധ്യം ചർച്ചിലല്ല, നിന്റെ വീട്ടിൽ നീ അനുഭവിപ്പാൻ പോകുന്നു. ഏറ്റെടുക്കണം. മേലാലത് നിന്റെ വീടല്ലല്ലോ. കർത്താവ് ഇറങ്ങുന്നെങ്കിൽ അത് ദൈവത്തിന്റെ വീടാണ്. കമാൻ, ശബ്ദം ഉയർത്തി. എല്ലാ ശുശ്രൂഷകളും കേൾക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പ്രസംഗിച്ച ആരെയും അങ്ങ് ഇംപ്രസ് ചെയ്യല്ല. അതിനെക്കുറിയായി നിങ്ങൾ കാണും കർത്താവ് എങ്ങനെയാണ് ജനത്തെ തൊടുന്നത്, കർത്താവ് ജനത്തെ എങ്ങനെയാണ് സന്ദർശിക്കുന്നത്. ദാറ്റ്സ് സോ മാർവലസ്. 2 കരങ്ങളെ ഉയർത്തി എല്ലാവരും ദൈവത്തെ ആരാധിച്ച് പറഞ്ഞേ യെസ്. 2 കരങ്ങളെ ഉയർത്തി ആ വീടിനൊന്ന് ഡെഡിക്കേറ്റ് ചെയ്തേ. 2 കരങ്ങളെ ഉയർത്തി ആ വീടിനൊന്ന് ഡെഡിക്കേറ്റ് ചെയ്തു. അപ്പോൾ അത് അങ്ങയുടെ വീടാണ്. വീടില്ലാത്തവർ ഭാരപ്പെടേണ്ട. മനോഹരമായ, ചോദിക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ അതിനപ്പുറമായി വീട് തരാൻ പോവാം.
പക്ഷേ നിൻ്റെ വീടല്ല, നിൻ്റെ വീടല്ല, നിൻ്റെ വീടല്ല. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിന് കീഴിൽ അവൻ്റെ വീടാ. കുറവില്ലല്ലോ, കുറവില്ലല്ലോ, യേശുവിനെ തേടുന്നോന് കുറവില്ലല്ലോ, 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 യേശുവിനെ തേടുന്നോർക്ക് കുറവില്ല. സ്വദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ കയറി ചെന്ന് വേഗത്തിൽ പറഞ്ഞു നിർത്തട്ടെ. ഈ മഹത്വത്തിൽ അവനെ എത്രത്തോളം ദൈവ സാന്നിധ്യത്തിൽ മോശ പാർത്തുവോ, അല്ലെങ്കിൽ എത്രത്തോളം മഹത്വത്തെ അടുത്തറിഞ്ഞ് ജീവിച്ചോ, എത്രത്തോളം മഹത്വത്തെ അടുത്ത് ജീവിച്ചോ, എത്രത്തോളം മഹത്വത്തെ അടുത്ത് ജീവിച്ചുവോ, അത്രത്തോളം അവൻ്റെ മഹത്വം വർദ്ധിച്ചു. കേൾക്കുന്ന കുട്ടി, കേൾക്കുന്ന മക്കളെ, എത്രത്തോളം മഹത്വത്തിൽ നിങ്ങൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നോ അത്രത്തോളം നിൻ്റെ ഗ്ലോറി വർദ്ധിച്ചിട്ടിരിക്കും. എത്രത്തോളം ക്വാളിറ്റി ടൈം ഏകാഗ്രതയോടെ അത്രത്തോളം നിൻ്റെ ഗ്ലോറി വർദ്ധിക്കും. ഈ കോൺഗ്രിഗേഷൻ്റെ ഗ്ലോറി വർദ്ധിച്ച് തന്നെ ആകണം. മഹത്വം വർദ്ധിക്കും. നിന്റെ മഹത്വം വർദ്ധിച്ചെന്ന് നീയല്ല നോട്ടീസ് അടിക്കുന്നത്. നീ ഒരു ഹൈ ലെവൽ ഗ്ലോറി ചുമക്കുന്നെന്ന് നീ പറയേണ്ട കാര്യമില്ല. എൻ്റെ മേലുള്ളത് വലിയൊരു മഹത്വമാണ് ഞാൻ ചുമക്കുന്നതെന്ന് നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് കേൾപ്പിക്കണ്ട. എൻ്റെ സന്നിധിയിൽ ക്വാളിറ്റി ടൈം അങ്ങ് സ്പെൻഡ് ചെയ്തിട്ട് പുറത്തു വന്നാൽ നിന്നെ കാണുന്നവർ പറയും, നിന്നെ കാണുന്നവർ പറയും, കേട്ടോ നിന്റെ മുഖം ശോഭിക്കുക. കമോൺ, ജനം മോശയെ നോക്കി പറഞ്ഞു, കേട്ടോ മോശെ നിന്റെ മുഖം ശോഭിക്കുക. ഒരാഴ്ച ഉപ്പ് ഭരണിക്കകത്ത് കിടന്ന മാങ്ങയും 3 മാസം ഉപ്പ് ഭരണിക്കകത്ത് കിടന്ന മാങ്ങയും തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ എത്രത്തോളം ആ ഉപ്പ് വെള്ളത്തിൽ ആ മാങ്ങ കിടക്കുന്നോ അത്രത്തോളം ആ ഉപ്പിൻ്റെ രസം പിടിച്ചിരിക്കുന്ന പോലെ എത്രത്തോളം ഗ്ലോറി റിലത്തിൽ വീണ് കിടക്കുന്നു. കമാൺ, ഏറ്റെടുക്കുഞ്ഞ് ജനാദി അക്ഷൻ. യെസ് വായു തുറക്കണേ. ഇന്റിമസി വർദ്ധിക്കുകയാണ്. ഇന്റിമസിയുടെ പുതപ്പ് മാൻഡിൽ വീഴുകയാണ്. നിനക്കൊരു സ്ഥലമുണ്ട്, സമയമുണ്ട്, നിനക്ക് എവിടുതാണ് പ്രയോറിറ്റി. ആ പ്രയോറിറ്റി അതെന്ന് മനസ്സിലാക്കിയ റൂമിൽ നീ കയറുമ്പോൾ ഉണ്ടല്ലോ, ആ റൂമിൽ കയറുമ്പോഴേ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ഇവിടെ. അനുഭവിച്ചാരയിൽ വന്നിട്ടുണ്ടോ? 2 മുറി അന്യഭാഷയല്ല ഞാൻ പറയുന്നത്, സംതിങ് ഡീപ്പർ, ഗ്രേറ്റർ. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. നിന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അറിയാതെ മുട്ടുമുടക്കി. എൻ്റെ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും ഒരു ഹയർ ലെവലാണ് ഒരു ബ്രോക്കൺനെസ്. എൻ്റെ 2 കവളിലും നനഞ്ഞ് കണ്ണുനീർ ചാലുകൾ വീഴുന്നു. കാരണം മനുഷ്യൻ്റെ മുൻപിൽ നീ കരഞ്ഞാൽ മനുഷ്യൻ നിന്നെ പരിഹസിക്കും, അവൻ്റെ മുൻപിൽ കരഞ്ഞാൽ അവൻ നിന്നെ മാനിക്കും. ഇത് ശുശ്രൂഷിച്ച് വരുമ്പോൾ എനിക്ക് തോന്നുന്നു, പക്ഷേ ഇതെങ്ങോട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്? കമാൺ, കരങ്ങളെ ഉയർത്തി ആരാധിക്കും.
കമോൺ. പ്രാസിങ്ങനെ മറക്ക്, കർത്താവിനെ ഓർക്ക്, രണ്ട് കരങ്ങളെ ഉയർത്തി മുഴുവൻ മഹത്വന് കൊടുത്ത് 2 മിനിറ്റ് വന്ന് ദൈവത്തെ ആരാധിച്ചിരിക്കുക. അവൻ്റെ സാന്നിധ്യത്തിൽ എന്തേലുമൊക്കെ നടക്കും. അവൻ്റെ സാന്നിധ്യത്തിൽ ചുമ്മാ കയറി ചുമ്മാ ഇറങ്ങാൻ പറ്റത്തില്ല, എന്തെങ്കിലും നടന്നിരിക്കും. അത്യുന്നതന്റെ മറവിൽ ചുമ്മാ പരിപാടിയില്ല. അത്യുന്നതന്റെ മറവിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചിരിക്കും. എത്രത്തോളം അവൻ്റെ സന്നിധിയിൽ അത്യുന്നതന്റെ മറവിൽ മറയ്ക്കുമോ, അത്യുന്നതന്റെ മറവിൽ വസിക്കുമോ. എൻ്റെ മുഖം ശോഭിച്ചു, ത്വക്ക് ശോഭിച്ചു. 34:29 അവൻ്റെ ത്വക്ക് ശോഭിച്ചു. ജനം മുഴുവൻ പറഞ്ഞു, ചർച്ച മുഴുവൻ പറഞ്ഞു, മോശെ, ഇസ്രായേൽ സഭ മുഴുവൻ പറഞ്ഞു, നിന്റെ മുഖം ശോഭിക്കുക. നീ അങ്ങ് മാറിപ്പോയി കേട്ടോ, നീ അങ്ങ് മാറിപ്പോയി. പ്രവചനമായി പറയട്ടെ, നിന്റെ വീട്ടുകാർ പറയും, നീ ഞങ്ങളെപ്പോലെയല്ല. നിന്റെ അകന്ന ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കൾ പറയും, നീ ഞങ്ങളിൽ ഒരാളായി തോന്നുന്നതേ ഇല്ല. തിരിച്ചു പറ, ഞാൻ മാറിയതല്ല, മഹത്വം എന്നെ മാറ്റിയതാണ്. ഞാൻ മാറിയതല്ല, മഹത്വം എന്നെ മാറ്റിയതാണ്. ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. അവൻ്റെ സാന്നിധ്യത്തിൽ എന്തെങ്കിലും നടന്നിരിക്കും. അണ്ടർലൈൻ ചെയ്യും. ഞാൻ കണ്ടത്, ആത്മാവിൽ കണ്ടത്, നിങ്ങൾ ചിലർ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ആരാധനകൾ മാറിയിരിക്കും, പ്രാർത്ഥനകൾ മാറിയിരിക്കും. ആരാധനകൾ മാറിയിരിക്കും, പ്രാർത്ഥനകൾ മാറിയിരിക്കും. ആരാധനാ റിലം മാറിയിരിക്കും, പ്രാർത്ഥനാ റിലം മാറിയിരിക്കും. ആരാധനാ റിലം മാറിയിരിക്കും, പ്രാർത്ഥനാ റിലം മാറിയിരിക്കും. ശഖലേ ഹാത്തുന റംഭാന റഹുഷ തുലിനിയം സെന്തേ ലേമനോ റംസ ജനാദ് ഗന്ധുലിനിയം സേ. കയറി എൻ്റെ സാന്നിധ്യത്തിൽ കയറി ആരോ ഉള്ളതായി തോന്നി, മുട്ടുമടക്കി കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ റൂമിൽ ആത്മമഴ പെയ്യുമ്പോൾ നീ അവിടെ അങ്ങ് കിടക്കും, സോക്കിംഗ് അണ്ടർ ദ ഗ്ലോറി. കഴിഞ്ഞ 36 വർഷം ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് നിങ്ങൾ കേട്ടുമില്ല. പക്ഷെ ഇന്ന് പകൽ സോക്കിംഗ് അണ്ടർ ഗ്ലോറി. ഈ സർവീസോടെ സോക്കിംഗ് അണ്ടർ ദ ഗ്ലോറി. മഹത്വത്തിൽ നീ കുതിരാൻ പോകുക. കമോൺ, വായു തുറന്ന് ആരാധിക്കുക. മഹത്വത്തിൽ നീ കുതിരാൻ പോകുക. മോനെ, അവൻ്റെ സാന്നിധ്യത്തിൽ എന്തെങ്കിലും നടന്നിരിക്കും. ഒരിക്കൽ കേട്ടോ, അവൻ്റെ സാന്നിധ്യത്തിൽ എന്തെങ്കിലും നടന്നിരിക്കും. യാക്കോബേ, നീ എന്താ മുടന്തി വരുന്നത്? എന്താ യാക്കോബ് മുടന്തി വരുന്നത്? സാന്നിധ്യം വന്നപ്പോൾ ഇങ്ങനെയായി. സാന്നിധ്യം വന്നപ്പോൾ നടപ്പ് മാറി. പൗലോസേ, നീ എന്താ കുരുടനായി പോയി? അത് അകത്തെ കണ്ണ് തുറന്നപ്പോൾ പുറത്തെ കണ്ണ് അങ്ങ് ഓഫായി. അകത്തെ വെളിപ്പാടിന്റെ കണ്ണ് തുറന്നപ്പോഴേ, ഓ കമാൺ, അകത്തുള്ളതായ അകത്തെ വെളിപ്പാടിന്റെ കണ്ണ് തുറന്നപ്പോൾ പുറത്തെ കണ്ണ് 3 ദിവസത്തേക്ക് അല്പം ഓഫായി. അപ്പോൾ ഒരുത്തൻ്റെ കാല് മാറി, ഒരുത്തൻ്റെ കണ്ണ് മാറി, മോശയുടെ ത്വക്ക് മാറി. കമാൺ, എവിടെയൊക്കെയോ എനിക്കറിയത്തില്ല. അടുത്ത ഞായറാഴ്ച ഏത് ഷേപ്പിൽ നിങ്ങൾ വരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, എവിടെയൊക്കെ ഒരു മാറ്റം ഉണ്ടായി. കരങ്ങൾ അടിച്ച് ഏറ്റെടുക്കുക. എവിടെയൊക്കെ ഒരു മാറ്റമുണ്ട്, ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ട്. ഒരു പോസിറ്റീവ്, റിസീവ് ദാറ്റ് പോസിറ്റീവ് ചേഞ്ച്. Come on, in the name of Jesus.
ഗ്ലോറിയിലെല്ലാം ബിൽഡ് ചെയ്യാണ്. ഈ മഹത്വം അങ്ങ് ബിൽഡ് ചെയ്യുമ്പോണ്ടല്ലോ, നിനക്ക് പിന്നെ ഒറ്റയ്ക്ക് ആരാധിക്കാൻ കഴിയത്തില്ല. നിന്റെ വീട് നിന്നോട് കൂടെ ആരാധിക്കും, നിന്റെ നാടും നിന്റെ കൂടെ നിന്ന് ആരാധിക്കും. അങ്കിള് ചുമ്മാ പറയുന്നതല്ല. അല്ലേ ബ്രദറെ, എവിടാ കിടക്കുന്നേ? പറയാം. 33:10 വായിക്കുമ്പോൾ മോശ സമാഗമന കൂടാരത്തിൽ പോയി. 33:10 മോശ സമാഗമന കൂടാരത്തിൽ പോയി കർത്താവുമായി കണക്ട് ചെയ്ത് നിന്നപ്പോൾ അങ്ക്ലോറിയിൽ കയറി നിൽക്കുക. അവൻ മഹത്വത്തിൽ കയറി നിന്നപ്പോൾ ജനമെല്ലാം കൂടാരവാതിക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടു. ആഹാ! അതിനകത്ത് ഒരുത്തൻ ദൈവവുമായി കണക്ട് ചെയ്തപ്പോൾ പുറത്ത് ജനത്തിന് മനസ്സിലായി, വിണ്ണും മണ്ണും തമ്മിൽ കൂട്ടിമുട്ടിയിരിക്കുന്നു. വിണ്ണും മണ്ണും, വിണ്ണ് ദൈവം, മണ്ണ് മനുഷ്യ നീ മണ്ണാകുന്നു, മനുഷ്യ നീ മണ്ണാകുന്നു. മോശയും ദൈവവും തമ്മിൽ, ദൈവവും മോശയും തമ്മിൽ മുട്ടിയിരിക്കുന്നു. നീയും ദൈവവും തമ്മിൽ കണക്ട് ആയിരിക്കുന്ന നാട്ടുകാർ അറിയാൻ പോവാ. ജനമെല്ലാം കൂടാരവാതിക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടപ്പോൾ ജനത്തിന് അതുപോലെ ഒരു വർഷിപ്പ് ലീഡർ പറഞ്ഞില്ല, കമോൺ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാൻ, കൈ ഉയർത്താം, വാതുറക്കാമനോ. ജനമെല്ലാം എഴുന്നേറ്റ് അവർ ഫ്രീഡം എല്ലാവരിലും ഒന്ന് വെളിപ്പെടട്ടെ. ആത്മാവിൻ്റെ ചലനം മനസ്സിലാക്കി, പരപ്രേരണ ഇല്ലാതെ കമോൺ ഈ മതത്തിൻ്റെ ചട്ടക്കൂടുകൾ പൊളിയപ്പെട്ടിട്ട്, ഈ മതത്തിൻ്റെ ചട്ടക്കൂടുകളെ പൊളിയപ്പെട്ടിട്ട്, കമോൺ മനുഷ്യൻ വെച്ച പ്രോട്ടോകോളുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പൊളിയപ്പെട്ടിട്ട്, മനുഷ്യൻ വെച്ച പ്രോട്ടോകോളുകൾ തകർക്കപ്പെട്ടിട്ട്, എല്ലാ കൺട്രോളിംഗ് സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ തകർക്കപ്പെട്ട്